നമസ്കാരം. 2007 നടത്തിയ വിസ്മയ സ്വരാജ് യാത്രയിലായിരുന്നു അവസാനമായിട്ട് ഞങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ കാര്യമായിട്ട് കടന്നുപോയത്. ഇന്ത്യ എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. 17 വർഷങ്ങൾക്കിപ്പുറം ഇൻക്ലൂസീവ് ഇന്ത്യ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ കിട്ടിയ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പറ്റാവുന്ന അത്ര ഗ്രാമങ്ങളിലേക്ക് ഒന്നുകൂടി ഞങ്ങൾ കടന്നു ചെന്നു. ഈ എക്സ്പ്രസ് ഹൈവേകളും മേൽപ്പാലങ്ങളും കൂറ്റൻ പട്ടണങ്ങളും ടൂറിസം കേന്ദ്രങ്ങളുമൊക്കെ സമൃദ്ധമായിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗ്രാമങ്ങളിലെ ജീവിതം ഇപ്പോഴും പരിതാപകരമാണ്. ഗ്വാളിയറിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾക്ക് താമസം ക്രമീകരിച്ചിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ ഗസ്റ്റ് ഹൗസ് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ചുമരുകളെല്ലാം ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ്. മുറിയിലെ ബെഡിലൊക്കെ നിറയെ പൊടി. താമസം മറ്റൊരിടത്തേക്ക് മാറാം എന്ന് കരുതി പുറത്തേക്ക് പോന്നു. ആ യാത്രക്കിടയിലാണ് ആ സംഭവം. റോഡിൻ്റെ 2 ഭാഗത്തും ചേരി പ്രദേശമായിരുന്നു. വഴി ചോദിക്കാനായിട്ട് വാഹനം നിർത്തിയപ്പോൾ ആ കുടിലുകളിൽ നിന്ന് കുറേ കുട്ടികൾ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ ഈ വാഹനത്തിൻ്റെ ജനാലയിലെ ചില്ലിനപ്പുറത്ത് നിന്ന് തട്ടി വിളിച്ചുകൊണ്ട് കൈ കാണിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് യാത്രയിൽ കഴിക്കാനുള്ള കുറേ റസ്ക്കും ബ്രെഡും ഒക്കെ വണ്ടിയിലുണ്ടായിരുന്നു. അതുമായിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവരാർത്തിയോട് കൂടിയിട്ട് അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈയെല്ലാം പിടിച്ചു വലിച്ചതൊന്നും മറക്കാൻ പറ്റില്ല. അവരുടെ ആക്രമണത്തിൽ ഞാൻ വീഴാതിരുന്നത് ഭാഗ്യം. വിശപ്പാണല്ലോ ഏറ്റവും വലിയ സത്യം. ബീഹാറിലെ ഏതോ ഒരു ദേശത്ത് ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം കേടായി കിടന്നപ്പോൾ ആ ഗ്രാമവാസികളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. അവരുടെ ലോകം കൃഷി മാത്രമാണ്. അതിരാവിലെ മുതൽ പാടങ്ങളിൽ പണിയെടുക്കുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു. കുട്ടികളിൽ പലരും പഠിക്കാൻ പോകുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമൊന്നും അവർക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹം മാത്രമാണ് അവരുടെ ഉള്ളിൽ നിന്നും ഉറഞ്ഞൊഴുകി വരുന്നത്. അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഏതോ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ലിവ്, ലവ്, ലീവ്, ഇത്രയേ ഉള്ളൂ. ജീവിക്കുന്നു, സ്നേഹിക്കുന്നു, ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നു. യാത്രയിൽ ഞങ്ങൾ വണ്ടിയിൽ വെച്ച് ചർച്ച ചെയ്തൊരു ചോദ്യമുണ്ട്. ആരാണ് ജീവിതത്തിൽ ഏറെ സന്തോഷിക്കുന്നത്? ഈ പട്ടണങ്ങളിൽ സമൃദ്ധമായിട്ട് ജീവിക്കുന്ന സമ്പന്നരാണോ, അതോ ഉൾനാടുകളിൽ സ്നേഹിച്ചു മാത്രം കഴിയുന്ന ഈ ഗ്രാമീണരാണോ? അറിയാൻ പറ്റില്ല. അവസാനം ഞങ്ങൾ തന്നെ എത്തിച്ചേർന്നത് എവിടെയാണെന്നറിയോ? സന്തോഷകരമായ ജീവിതത്തിൻ്റെ സമവാക്യം ഓരോരുത്തരും ഓരോ രീതിയിലാണ് വായിച്ചെടുക്കുന്നത് എന്ന ഒരു ഉത്തരത്തിലാണ്. ജയ്പൂരിലും ഗ്വാളിയോറിലൊക്കെ തെരുവ് മാജിക്കുകളും തെരുവ് സർക്കസുകളും കാട്ടിക്കിട്ടുന്ന തുച്ഛമായ കാശുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടു. ആപ് ജാദു ദേഖന ചാഹത്താ ഹേ എന്ന് ചോദിച്ചുകൊണ്ട് കാലിൽ കെട്ടിപ്പിടിക്കുന്ന കുട്ടികളെ കണ്ടു. ജയ്പൂരിലെ തെരുവിൽ മാജിക്ക് കാണിച്ചൊരു കുട്ടിയുടെ വീഡിയോ അന്ന് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപാരമായ കയ്യടക്ക സാധ്യത വേണ്ട ചെപ്പും പന്തും വിദ്യ എത്ര അനായാസമായിട്ടാണ് അവൻ വെറും മണ്ണിലിങ്ങനെ കുത്തിയിരുന്ന് കാണിക്കുന്നതെന്നറിയോ? ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ആ കുട്ടിയുടെ കഴിവുണ്ട്. അവൻ്റെ കൈവേഗത, അവൻ്റെ കണ്ണിലെ നിഷ്കളങ്കത. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് മടങ്ങിപ്പോയി. ആ കുഞ്ഞിൻ്റെ കഥന ജീവിതം കേട്ട് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഗ്വാളിയറിൽ കണ്ട മാജിക്കുകാരൻ കുട്ടി അവൻ്റെ പെങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തെരുവിൽ മാജിക്ക് കാണിച്ച് നടക്കുകയാണ്. ആ വേദനകളിൽ ഞങ്ങൾ നൽകിയ സഹായം കൊണ്ടൊന്നും അവരുടെ ജീവിതാഭിലാഷങ്ങൾ നിറവേറ്റപ്പെടുകയില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ആ കുട്ടികളുടെയൊക്കെ ജീവിതം, ഭാവി എങ്ങോട്ടൊക്കെയാകും വഴുതി മാറുക എന്നുള്ളതാണ് നമ്മളെ അങ്കലാപ്പിലാക്കുന്നത്. എന്തായാലും ഇന്ത്യ ഒരു സമ്മിശ്ര വികാരമാണ്. യാത്രയിലുടനീളം കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തിച്ചേരുക ഈ ഒരൊറ്റ ചിന്തയിലാണ്. നമ്മുടെ ഭാരതം ഒരു സമ്മിശ്ര വികാരമാണ്, ഒരു ചിന്തയാണ്.